ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിലുള്ള 1 kg വരുന്ന ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുന്നേ തനൂസ് വേൾഡ് എന്ന ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആദ്യം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് മാറ്റി വെക്കാം. പകരം ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മൈദയും കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ കേക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ പൊങ്ങി വരുള്ളൂ. ഇനി ഒരു ബൗളിലോട്ടേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, നല്ല ക്ലീൻ ആയിരിക്കണം. മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് കറക്റ്റ് അളവിലാണ് പഞ്ചസാര എടുക്കേണ്ടത്. 1 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുക. ഇപ്പം 3/4 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുക. മൈദയും പഞ്ചസാരയും എപ്പോഴും ഒരേ അളവായിരിക്കണം. പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റായിട്ട് എടുക്കരുത്. തണുത്ത പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തണിഞ്ഞതിന് ശേഷം ബാറ്ററിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പാച്ചുല കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ആക്കിക്കോളും. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് വെച്ചിട്ട് ചെയ്യുക. ഞാനിപ്പം ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ആക്കുന്നത്. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ബാറ്റർ തിക്കാവുന്നുണ്ടെന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പാച്ചുല വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. പതുക്കെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഓയിലാക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ടേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം നല്ലോണം ഫ്ലഫി ആയിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. സുഖമായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് നല്ലോണം സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി ഈ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അല്പം ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 1/4 കപ്പ് വെള്ളവും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണാഷ് ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് ക്രീമിലോട്ടേക്ക് ആക്കി കൊടുക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗണാഷാണ് കേട്ടോ ഇത്. ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെക്കൻഡ് കോട്ട് കൊടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ സെക്കൻഡ് കോട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കേക്കിലോട്ടേക്ക് നല്ലോണം ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ചരിച്ച് പിടിച്ചിട്ട് ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കേക്ക് ഏകദേശം ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു പാത്രം ഇതുപോലെ കമഴ്ത്തി വെച്ചതിന് ശേഷം കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള അതേ അളവിലാണ് വീണ്ടും ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അത് കേക്കിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാം. കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ചോക്ലേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുത്തിട്ട് കേക്കിൻ്റെ മുകളിലോട്ടേക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളറിലുള്ള കുറച്ച് എഡിബിൾ പേൾസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫോണ്ടൻറ്റിൽ നെയിം എഴുതിയിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡൻ കളറിലുള്ള ഷുഗർ ക്രിസ്റ്റൽസ് എടുത്തിട്ട് കേക്കിൻ്റെ അടിഭാഗത്ത് താഴെ ആ ഒരു ബോർഡറിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.